ഒരു പെൺകുട്ടിയുടെ സമ്മതമില്ലാതെ അവളുടെ കയ്യിൽ പിടിക്കുന്നതേ IPC 148A പ്രകാരം കുറ്റകൃത്യമാണ്. താൻ കൊള്ളാലോടോ. താനീ നിയമൊക്കെ എവിടെ നിന്ന് പഠിച്ചു? അതാണ് അഡ്വക്കേറ്റ് ചിന്നു എന്ന അഡ്വക്കേറ്റ് കല്യാണി. അരുതാത്ത ചില മോഹങ്ങളുണ്ടെങ്കിലേ അത് മുളയിലെ നുള്ളിക്കളയണം. HL പാത്രം കഴുകാൻ LLB എക്സാം പാസ്സാവേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അതെ 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 അതെ, അത് ഐശ്വര്യ കുഞ്ഞു പറഞ്ഞതിൽ കാര്യമുണ്ട്. അടുക്കള പണിക്ക് LLBയുടെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ടല്ലോ. നന്നായിട്ട് സോപ്പിട്ടൊന്ന് വടിച്ചാ പോരെ. അവിടെ വക്കീൽ പരീക്ഷ പാസ്സായി വന്നാലേ പിന്നെ വാദിക്കാനും ജയിക്കാനൊക്കെ ശ്രമിക്കും. ഒടുവില് ഭസ്മാസുരന് വരം കൊടുത്ത പോലെ ആവും. അതെ, അത് പറയാനാ ഞാൻ തുടങ്ങിയേ. കുഞ്ഞുമോൾക്കറിയാന്ന് തോന്നുന്നു ആ കഥ. പണ്ട് ഒരു രാക്ഷസനെ സാക്ഷാൽ പരമശിവനെ തപസ് ചെയ്ത് പ്രീതിപ്പെടുത്തി ചുളുവിലൊരു വരമങ്ങ് ഒപ്പിച്ചെടുത്തു. അവൻ ആരെ തൊട്ടാലും അവർ ആ നിമിഷം തന്നെ പൊടിഞ്ഞു ഭസ്മമാകണമെന്ന്. പരമശിവൻ ആ രാക്ഷസന് വരം കൊടുക്കുകയും ചെയ്തു. പരമശിവന്റെ വരം കിട്ടിയപ്പോ പത്മാസുരൻ എന്ന ആ രാക്ഷസന് അഹങ്കാരം കൂടി. ശിവന്റെ തലയിൽ കൈവച്ചുകൊണ്ട് തന്നെ വരം പരീക്ഷിക്കാൻ തീരുമാനിച്ചു. അതേ അവസ്ഥയായി പോകും കുഞ്ഞോളെ നിനക്കും. ഇവിടെ വരം കിട്ടാതെ തന്നെ ആരെ ഭസ്മമാക്കണമെന്ന് പറഞ്ഞ് നടക്കിയ ചിലരൊക്കെ. കുഞ്ഞോളെ, നിലയ്ക്ക് നിർത്താനുള്ളവരെ നിലയ്ക്ക് നിർത്തണം. ഇല്ലെങ്കിലേ തലയിൽ കയറിയിരുന്ന് നിരങ്ങും. ഇവിടെ ആർക്കും ഒരു വരവും കൊടുക്കാൻ പോകുന്നില്ല. വേണ്ടത് വേണ്ട സമയത്ത് വേണ്ടതുപോലെ ചെയ്യാൻ ഈ രമാദേവിക്ക് അറിയാം. യൂണിഫോം വരെ തെച്ചുവെച്ചെന്നാ ഞാൻ കേട്ടത്. ഇനിയും സമയം കാലവും നോക്കിയിരുന്നാലേ സംഗതി കൈവിട്ടു പോവും. കുഞ്ഞോളെ, ഇതിന്റെയൊക്കെ പിന്നിൽ ജയരാമൻ അളിയനാണെന്നൊരു സംശയം. ഞാനേ അളിയനെ ഒന്ന് ഉപദേശിച്ചാലോ? കടിക്കുന്ന പാമ്പരെ എടുത്ത് കോണ അയയിലിടരുതെന്ന് പറയാലോ. ഞാൻ അറിഞ്ഞ കാര്യം പറഞ്ഞെന്നേ ഉള്ളൂ. ഇവള് മറ്റവൾക്ക് തോട്ടി വെച്ചതാണെങ്കിലും പറഞ്ഞതിൽ കഴമ്പുണ്ട്. അവൾ ഒരിക്കലും LLB പഠിക്കാൻ പോവാതെ കുഞ്ഞോട് നോക്കണം. അതിന് കൂട്ടത്തിലേ ഇവൾക്കൊരു മൂക്കുകയറും കൂടി വാങ്ങിച്ചോണം. ഏതായാലും അറക്കാൻ നിർത്തിയിരിക്കല്ലേ. ഇങ്ങത്താ, ഞാൻ തുടയ്ക്കാം. വേണ്ട, ഞാൻ ചെയ്തോളാം. കോളേജിൽ പോയി തുടങ്ങിയ ഇവിടുത്തെ ജോലികളിലൊക്കെ ചന്ദ്രമ്മയെ സഹായിക്കാൻ പറ്റില്ലല്ലോ എന്ന എന്റെ സങ്കടം. ക്ലാസ് റൂമിൽ ഇരിക്കുമ്പോഴും എന്റെ മനസ്സ് ചന്ദ്രമ്മയുടെ കൂടെ ആയിരിക്കും. ചിന്നു, കോളേജിൽ പോകുന്നത് പഠിക്കാനാ, അല്ലാതെ ക്ലാസ് റൂമില് അടുക്കളയിൽ പാചകം ചെയ്യുന്ന എന്നെ ഓർത്തിരിക്കാനല്ല. ചിന്നു പഠിക്കാൻ പോകുന്നത് നിയമങ്ങളും അതിന്റെ സെക്ഷൻസും ഒക്കെയാ. നല്ല ഏകാഗ്രമായിട്ടിരുന്ന് പഠിച്ചാലേ തലയിൽ കയറൂ. അല്ലെങ്കിൽ 4-5 കൊല്ലം പഠിച്ച സർട്ടിഫിക്കറ്റും വാങ്ങി കോടതിയിലെ എൻറോൾ ചെയ്യുമ്പോഴേ ബബ്ബ അടിക്കും. അല്ല, ചന്ദ്രമ്മയ്ക്ക് ഇതൊക്കെ എങ്ങനെ അറിയാം? ചന്ദ്രമ്മ എവിടെ വരെ പഠിച്ചിട്ടുണ്ട്? ചിന്നു, നാളെ ഇട്ടോണ്ട് പോകാനുള്ള ഡ്രസ്സൊക്കെ എടുത്തു വെച്ചോ നീ? അതൊക്കെ എപ്പോഴേ റെഡിയാക്കി വെച്ചു. ഡ്രസ്സും സർട്ടിഫിക്കറ്റുകളും എല്ലാം ഓക്കെ. ദേ, പഠിക്കാൻ പോകുന്നതൊക്കെ കൊള്ളാം. കുട്ടികളോടൊന്നും അധികം അടുപ്പം കൂടാനൊന്നും പോണ്ട. പോവുക, പഠിക്കുക, വരിക. ഓ, സമ്മതിച്ചു.
അല്ല, ഞാൻ ചോദിച്ചതിന് ചന്ദ്രമ്മ മറുപടി പറഞ്ഞില്ലല്ലോ. ചന്ദ്രമ്മ ഒരുപാട് പഠിച്ചിട്ടുണ്ടോ? പിന്നെ കോളേജിൽ പോകുമ്പോഴേ ഈ സുന്ദരി കൊച്ചിന്റെ പുറകെ കുറെ ചെക്കന്മാര് നടക്കും. അതിലൊന്നും പോയി വീണേക്കരുത്, പറഞ്ഞേക്കാം. ആ, അല്ല, ചന്ദ്രമ്മയ്ക്ക് മക്കളൊന്നുമില്ലേ? എന്താ ചന്ദ്രമ്മേ, ഞാൻ ചോദിച്ചത് വിഷമായോ? അങ്ങനെ നാളെ മുതല് നീ കോളേജിൽ പോയി തുടങ്ങുകയല്ലേ? ഒന്ന് നഷ്ടപ്പെടുത്തിയാലേ മറ്റൊന്ന് നേടാൻ പറ്റൂ. നാളെ ഇവിടെ കുറച്ച് വിരുന്നുകാരൊക്കെ കാണും. ഭക്ഷണമൊക്കെ നല്ല ഗ്രാൻഡായിട്ട് ഒരുക്കണം. ഒന്നിനും ഒരു കുറവും വരുത്തണ്ട. ആ, സഹായത്തിന് വേറെ ജോലിക്കാരെങ്ങാനും വേണമെങ്കിൽ വിളിക്കണം. എല്ലാം കൂടി ഒറ്റയ്ക്ക് സമയത്തുണ്ടാക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ആലോചിച്ച് വേണം കാര്യങ്ങൾ ചെയ്യാൻ. നാളെ ആരാ ചന്ദ്രമ്മ വിരുന്നുകാര്? എനിക്കറിയില്ല. ചിലപ്പോ ചിന്നുന്റെ കോളേജിൽ പോക്ക് മുടക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കും. മോളിതൊന്നും കാര്യാക്കണ്ട. ഞാൻ ദേ ഇപ്പൊ വരാം. താനായിരുന്നോ? ഞാനങ്ങ് പേടിച്ചുപോയി. ഈ രാത്രിയില് തന്റെ കയ്യിൽ ഇങ്ങനെ അധികാരത്തോടെ പിടിച്ചു നിർത്താൻ ഞാനല്ലാതെ മറ്റാരാണ് ഉള്ളത്? ഒരു പെൺകുട്ടിയുടെ സമ്മതമില്ലാതെ അവളുടെ കയ്യിൽ പിടിക്കുന്നതേ IPC 148 പ്രകാരം കുറ്റകൃത്യമാണ്. താൻ കൊള്ളാലോടോ. താൻ ഈ നിയമൊക്കെ എവിടെ നിന്ന് പഠിച്ചു? അതാണ് അഡ്വക്കേറ്റ് ചിന്നു എന്ന അഡ്വക്കേറ്റ് കല്യാണി.